പൂപ്പാനി റെസിഡൻസ് അസോസിയേഷന്റെയും ഗ്രാമീണ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ സർക്കാരിന്റെ തൂഫാൻ ക്യാമ്പയിനിന്റെ ഭാഗമായി കളിക്കളമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി പൂപ്പാനി റെസിഡൻസ് അസോസിയേഷന്റെയും ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഗ്രാമീണ വായനശാല അങ്കണത്തിൽ നടന്ന ആവേശകരമായ പരിപാടികളുടെയും മത്സരങ്ങളുടെയും ഉദ്ഘാടനം പെരുമ്പാവൂർ MLA മനോജ് മുത്തേടൻ നിർവഹിച്ചു. ലഹരി വ്യാപനവും മറ്റു തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് എല്ലാവരും തമ്മിലൊരു പരസ്പര ബന്ധമുണ്ടായാൽ കുറെ കൂടെ എത്ര കാര്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയും, അത്ര കാര്യങ്ങൾ പ്രതിരോധിക്കാൻ കഴിയും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുടുംബ കൂട്ടായ്മകൾ ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇപ്പൊ നഗരത്തിലൊക്കെ എന്ന് പറയുമ്പോൾ പലരും ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളുകളല്ല, കുറെ പേർ പുറത്തുനിന്ന് താമസിക്കുന്നുണ്ടാകും, ദൂരദേശത്ത് നിന്ന് വന്ന അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ജോലിക്ക് വേണ്ടി ബിസിനസ്സിന് വേണ്ടി വന്ന് ഇവിടെയൊക്കെ സെറ്റിൽ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു എന്താ പറയാ, അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അവർ ഈ നാടിന്റെ ഭാഗമായി ഫീൽ ചെയ്യുകയാണ്, അവർക്ക് അത് തോന്നുകയാണ്, അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടാകണം. അപ്പൊ ആ നിലയിലാണ് കുടുംബ കൂട്ടായ്മ ഇത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രസക്തമായി മാറുന്നത്. ഞാൻ പറയുന്നത് കുറച്ച് സമയങ്ങളിലേക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയണം. മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത കെ ചടങ്ങിൽ മുഖ്യാതിഥിയായി. പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രവർത്തന മേഖലകളിലും നമുക്ക് എന്നും നമുക്കൊരു കൂട്ടായിട്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ MLA അദ്ദേഹം ആയതിനു ശേഷം ഒരുപാട് പരിപാടികൾ അദ്ദേഹം വേദി പങ്കിടുന്നത് അവർ ഭാഗ്യം നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ വാർഡിന്റെ വികസനത്തിനായാലും നമ്മുടെ നഗരസഭയുടെ വികസനത്തിനായാലും അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. ചടങ്ങിൽ വെച്ച് MLA മനോജ് മുത്തേടനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പൂപ്പാനി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CK രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാര്യങ്ങൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ കനാല് നമ്മുടെ 3-4 വാർഡിന്റെ ഒരു സംയുക്ത ഏരിയയാണ്. അപ്പൊ അവിടുത്തെ നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ വലതുഭാഗം വളരെയധികം വീതി കുറവുള്ളത്. അവിടെ വീതി കൂട്ടിയപ്പോൾ അന്ന് ആ കലങ്ക് എല്ലാ സൈഡിൽ ഒരു പൈപ്പ് ലൈൻ വരും, വാട്ടർ ലൈൻ വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി അവിടെ മാറ്റിയിട്ട് ഒരു സ്ലാബ് വാർക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയും. പിന്നീടൊരു വലിയ MLA സാന്നിധ്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഞങ്ങളുടെ ഈ വായനശാല. ഇവിടെ വായനശാല എന്ന് പറഞ്ഞൊരു ചെറിയ വായനശാലയാണ്. ഞങ്ങളുടെ ഈ അംഗങ്ങളെല്ലാവരും കൂടി വാസവരി ലൈബ്രറിയിൽ കിട്ടുന്ന ചെറിയ ഗ്രാൻഡ് ആയിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾക്കൊരു കമ്പ്യൂട്ടറും കുറച്ച് ലൈബ്രറി പുസ്തകങ്ങളും MLA ഫണ്ടിൽ നിന്ന് അത് അനുവദിച്ചു തരുന്നതിന് ആവശ്യമായൊരു നടപടി MLA ഭാഗത്ത് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സെക്രട്ടറി ഹരികുമാർ S സ്വാഗതം പറഞ്ഞു. 11ാം വാർഡ് കൗൺസിലർ ആതിര KC, വായനശാല സെക്രട്ടറി മോഹൻ നായർ, സീനിയർ സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറം പ്രസിഡന്റ് ദേവസി PP എന്നിവർ ആശംസകൾ നേർന്നു. യുവതലമുറയെ ലഹരിയുടെ വിപത്തുകളിൽ നിന്ന് കായിക വിനോദങ്ങളിലേക്കും അറിവിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പങ്കെടുത്തവർക്കും മത്സര വിജയികൾക്കും ആനി ബേബി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.